ഹായ്, വെൽക്കം ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ പലർക്കും ചെറിയൊരു പേടി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു ആശങ്കയും അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്സൊക്കെ പലതരത്തിലുള്ളൊരു കാര്യം, എന്നാൽ അത് നമ്മുടെ ദന്ത ചികിത്സയിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറും കൂടിയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. വേറെ ഒന്നുമല്ല, ഡെൻറ്റൽ റേഡിയോഗ്രാഫ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഡെൻറ്റൽ എക്സ്റേ. അപ്പോൾ എന്താണ് ഈ ഡെൻറ്റൽ എക്സ്റേസ്, ഞങ്ങൾക്ക് എന്തിനാണ് ഈ എക്സ്റേ വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഡെൻറ്റൽ റേഡിയോഗ്രാഫ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി അത് ഒരുവിധം എല്ലാവരും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എടുത്തിട്ടുള്ളവർക്കറിയാം, അത് ബേസിക്കലി പല്ലിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരും. അത് എക്സ്റേയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പല്ലിനെ വെളിയിൽ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞങ്ങളൊരു എക്സാമിനേഷൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ കണ്ടുപിടിക്കാനാണ് എക്സ്റേസ് ഹെൽപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ രണ്ട് പല്ലിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന പോലത്തെ എന്തെങ്കിലും ക്യാവിറ്റികൾ, അതൊക്കെ നമ്മൾ എക്സ്റേസിൽ കാണാൻ സഹായിക്കും. മോണരോഗങ്ങൾ, അല്ലെങ്കിൽ പല്ലിൻ്റെ റൂട്ടിൽ, അതായത് വേരിൽ വരുന്ന ഇൻഫെക്ഷൻസ്, അതൊക്കെ എക്സ്റേസിൽ അസസ് ചെയ്യാൻ പറ്റും. അതേപോലെ കുട്ടികളിലും ടീനേജേഴ്സിലും ഗ്രോത്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻറ്റൽ എക്സ്റേസ് അഡ്വൈസ് ചെയ്യാറുണ്ട്. കൂടുതലും അത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, അതായത് പല്ലിൽ കമ്പി ഇടുന്ന ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നാണ് അത് പറയാറ്. അതേപോലെ ഈ ഡെൻറ്റൽ എക്സ്റേസ് എത്ര തവണ എടുക്കേണ്ടി വരും, അത് ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ആരോഗ്യ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഏത് എക്സ്റേ ആണ് എടുക്കേണ്ടത്, എന്തോരം എക്സ്റേ ആണ് എടുക്കേണ്ടത് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു ജനറൽ ഓറൽ ഹെൽത്തിൻ്റെ ഒരു കണ്ടീഷൻ, പ്രായം, എന്തൊക്കെയാണ് നിങ്ങളുടെ സിംറ്റംസ്, അതിനെയൊക്കെ ആസ്പദമാക്കി. ഇനി ഡെൻറ്റൽ എക്സ്റേസ് വ്യത്യസ്ത തരമുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ ഉപയോഗങ്ങളും ഉണ്ട്. അതിലൊരു കോമൺ ആയിട്ടുള്ളൊരു 3 പറയാം. ഒന്ന് ബൈറ്റ് വിങ് എക്സ്റേ. അത് പല്ലിൻ്റെ ഇടയിലുള്ള ക്യാവിറ്റീസ് കാണാനും മേലെയുള്ള പല്ലും താഴെയുള്ള പല്ലും എങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാനും ഉപയോഗിക്കുന്നതാണ്. അതേപോലെ അടുത്തത് പെരിയപ്പൈക്കൽ എക്സ്റേ. അതാണ് കൂടുതലും നമ്മൾ ക്ലിനിക്സിലൊക്കെ കാണുന്നത്. അത് ഒരു പല്ലിൻ്റെ മുഴുവൻ ഭാഗവും കാണിക്കും. അതായത് വേരിൻ്റെ ഘടന, എളുപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പല്ലിൻ്റെ വേരിൽ, അതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അതേപോലെ പനോരമിക് എക്സ്റേ, അതൊരു ഫുൾ മൗത്ത് എക്സ്റേ ആണ്. എല്ലാ പല്ലുകളും കൂടാതെ നമ്മുടെ സൈനസുകൾ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു എക്സ്റേ ആണത്. ഇനി പൊതുവായിട്ടുള്ളൊരു ആശങ്കയെക്കുറിച്ചാണ് എക്സ്റേ റേഡിയേഷൻ എക്സ്പോഷറുമായി ബന്ധപ്പെട്ടത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഡെൻറ്റൽ എക്സ്റേയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എക്സ്പോഷറിൻ്റെ അളവ് വളരെ ചെറുതാണ്. പോരാത്തതിന് പ്രിക്കോഷണറി മെഷേഴ്സായ ലെഡ് ഏപ്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിജിറ്റൽ എക്സ്റേയുടെ സാങ്കേതിക വിദ്യയും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഡെൻറ്റൽ എക്സ്റേ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം? ഇത് പെട്ടെന്നുള്ളതും വേദനയില്ലാത്തതുമായൊരു പ്രക്രിയയാണ്. നമ്മുടെ ഫിലിം അല്ലെങ്കിൽ സെൻസർ ആദ്യം ശരിയായ പൊസിഷനിൽ പ്ലേസ് ചെയ്യും. പിന്നെ എക്സ്റേ എടുക്കാനുള്ള എക്സ്റേ മെഷീൻ പൊസിഷൻ ചെയ്യും. നിങ്ങൾക്കൊരു ചെറിയൊരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അതോടുകൂടി ആ എക്സ്റേ എടുക്കുന്നത് കഴിഞ്ഞു. ഇത് പൂർണ്ണമായും ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രം എടുക്കുന്ന ഒരു കാര്യമാണ്. ഡെൻറ്റൽ റേഡിയോഗ്രാഫ് അല്ലെങ്കിൽ ഡെൻറ്റൽ എക്സ്റേ നിങ്ങളുടെ ചിരി ആരോഗ്യവും മനോഹരമായി ഇരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എക്സ്റേ എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണ സമയത്ത് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത തവണ കാണാം. നമസ്തേ.